നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. അത്തം പത്ത് പൊന്നോണം. മലയാളത്തിന്റെ പൊന്നോണത്തെ വരവേൽക്കാൻ മലയാളക്കരയാകെ ഒരുങ്ങി. ധാരണ അതല്ലേ എല്ലാം. മുൻധാരണ പ്രകാരം അധികാരമൊഴിയാത്ത ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നീക്കം. ആരോഗ്യ കേന്ദ്രത്തിൽ അടിപിടി. അരക്ഷിതാവസ്ഥയിൽ പൊതുജനാരോഗ്യം. മിത്രക്കരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മുടങ്ങി. കുടിവെള്ളവുമായി കുട്ടനാടി MLA. നീരേറ്റുപുറം ജലശുദ്ധീകരണശാലയിൽ നിന്നുള്ള ശുദ്ധജലമെത്തിക്കാൻ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതായി തോമസ് ചാണ്ടി. വാർത്തകൾ വിശദമായി. അത്തം പിറന്നു. ഇനി പൊന്നോണം വരെ പൂവിളിയുടെ നാളുകൾ. നാടും നഗരവും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അത്തത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരിയിൽ വർണ്ണശബളമായ ഘോഷയാത്ര നടന്നു. റേഡിയോ മീഡിയ വില്ലേജും ചങ്ങനാശ്ശേരി നഗരസഭയും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര SB സ്കൂളിൽ സമാപിച്ചു. നിരവധി ആളുകൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി നഗരസഭയിൽ ചെയർപേഴ്സണെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ നീക്കം നടത്തുന്നു. മുൻ ധാരണപ്രകാരമുള്ള കാലാവധി കഴിഞ്ഞിട്ടും ചെയർപേഴ്സൺ രാജിവെക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. ചങ്ങനാശ്ശേരി നഗരസഭയിൽ ആകെയുള്ള 37 സീറ്റുകളിൽ 20 എണ്ണം UDF-നും 17 എണ്ണം LDF-നുമാണ് ഉള്ളത്. ഇതിൽ കോൺഗ്രസിന് 8ഉം കേരള കോൺഗ്രസിന് 7ഉം 5 സ്വതന്ത്രന്മാർ ഉൾപ്പെടെ UDF-ന് 20 സീറ്റും CPIM-ന് 16ഉം CPI-ക്ക് 1ഉം ഉൾപ്പെടെ LDF-ന് 16 സീറ്റുമാണ് ഉള്ളത്. UDF-ലെ മുൻ ധാരണ പ്രകാരം ആദ്യ ഒരു വർഷം കോൺഗ്രസിന് ചെയർമാൻ സ്ഥാനവും വൈസ് ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസിനുമാണ്. രണ്ടാം വർഷം സ്വതന്ത്രയായ സ്മിത ജയകുമാറിന് 1.5 വർഷം, അടുത്ത 1.5 വർഷം കേരള കോൺഗ്രസിനും അവസാന വർഷം കോൺഗ്രസിനും എന്നായിരുന്നു തീരുമാനം. എന്നാൽ സ്മിത ജയകുമാർ 2.5 വർഷം കഴിഞ്ഞിട്ടും രാജിവെക്കാത്തത് മൂലമാണ് ഭരണകക്ഷിയിലെ അംഗങ്ങൾ രംഗത്ത് വന്നത്. ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസിലെ വനിതാ അംഗത്തിന് നൽകുമ്പോൾ വൈസ് ചെയർമാൻ സ്ഥാനം മാത്യൂസ് ജോർജിന് ഒഴിയേണ്ടി വരും. ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി. ഇത് മുന്നിൽ കണ്ട് ചെയർമാൻ സ്ഥാനം രാജിവെക്കാതിരിക്കാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഭരണകക്ഷിയിലെ ചിലർ പ്രതിപക്ഷവുമായി ചേർന്ന് അവിശ്വാസത്തിന് നീക്കം നടത്തുന്നത്. KCB ന്യൂസ്, ചങ്ങനാശ്ശേരി. ക്ഷയിക്കുന്ന ആരോഗ്യവകുപ്പ്. മലിനമാകുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ. മുട്ടാർ പബ്ലിക് ഹെൽത്ത് സെന്ററിൽ നിന്നും സ്ഥലം മാറ്റിയ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് ചന്ദ്രൻ കൈക്കരുത്തും ഗുണ്ടായിസവും കാട്ടി അവിടെ തന്നെ തുടരുന്നു എന്നാണ് രേഖകൾ ചൂണ്ടിക്കാട്ടുന്നത്. അടിപിടിയും അസഭ്യം പറയലും തുടർക്കഥയായതിനാൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ സതീഷ് ചന്ദ്രനെ ഡെപ്യൂട്ടി DMO ജേക്കബ് വർഗീസ് അന്വേഷണ വിധേയമായി സ്ഥലം മാറ്റിയിരുന്നു. ഫെബ്രുവരി മാസം 12-ാം തീയതി സതീഷ് ചന്ദ്രൻ ഇതേ സ്ഥാപനത്തിലെ സീനിയർ ക്ലാർക്ക് അലക്സിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഇതേ തുടർന്ന് അലക്സ് ദിവസങ്ങളോളം ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ വിധേയമായി ഇയാളെ സ്ഥലം മാറ്റിയത്. എന്നാൽ ഈ ഉത്തരവ് ഇയാൾ കൈപ്പറ്റിയില്ല. മെഡിക്കൽ ഓഫീസർ ജയന്ത് ജോൺ മത്തായിയെ ഭീഷണിപ്പെടുത്തി രേഖകൾ നശിപ്പിക്കുകയും രജിസ്റ്റർ ബുക്കിൽ റിലീവിംഗ് എന്ന് എഴുതിയിരുന്നത് വെട്ടിക്കളഞ്ഞതും KCB അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് PHC ഉദ്യോഗസ്ഥർ രാമങ്കരി പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫിയ ബീവിക്ക് വരെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയന്ത് ജോൺ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകാത്തതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ട് എന്ന് വ്യക്തം. രാമങ്കരി പോലീസ് നടപടിയെടുക്കാത്തതിനെ തുടർന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും മെഡിക്കൽ ഓഫീസർ പരാതി നൽകിയെങ്കിലും അന്വേഷണം ഉണ്ടായിട്ടില്ല. സ്റ്റേ പോലും വാങ്ങാത്ത സ്വന്തം ധാർഷ്ട്യത്തോടെ റിലീവ് ഓർഡർ കൈപ്പറ്റാതെയും ഡോക്ടറുടെ കയ്യിൽ നിന്നും ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചു വാങ്ങിക്കൊണ്ട് ആ റിലീവ് ഓർഡർ ചുമന്ന മഷിക്ക് വെട്ടിട്ടിട്ട് ഒപ്പിടുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയോടുണ്ടായി.
എന്നിട്ട് ഈ 1 മാസക്കാലമായിട്ട് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയുടെ. പക്ഷേ ഈ റിലീവ് ഓർഡർ കൈപ്പറ്റാതെ ഇത് ആരുടെ പിൻബലത്തിലാണ് ഇദ്ദേഹം ഇത്രയും ഒരു കാര്യങ്ങൾ അവിടെ നീക്കം ചെയ്യുന്നത് പഞ്ചായത്തിന് അറിയാൻ സാധിക്കുന്നില്ല. ഇത് പഞ്ചായത്ത് വളരെ ഗൗരവമായിട്ട് എടുക്കുകയാണ്. കാരണം അവരെന്തുമായിക്കോട്ടെ, ഉദ്യോഗസ്ഥർ എങ്ങനെ ആയിക്കോട്ടെ, പഞ്ചായത്തിന്റെ വിഷയം പഞ്ചായത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നടത്തണം. അതിന് ബന്ധപ്പെട്ട അധികാരി അതിന് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വളരെ വീഴ്ചയായിട്ട് തന്നെ ഇതിനെ കാണുന്നു. ഞാൻ ഫോണിലൂടെ ബന്ധപ്പെട്ടതാണ്. അവർ പറയുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി എഴുതി DMO കൊടുക്കണം. എന്ത് പരാതി എഴുതി കൊടുക്കേണ്ടത്? അവിടെ മെഡിക്കൽ ഓഫീസർ നേരിട്ട് പരാതി എഴുതി DMOയ്ക്ക് കൊടുത്തതാണ്. റിലീവ് ചെയ്യാനിട്ട് ഡോക്ടറെ കയ്യേറ്റം ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രമിച്ചപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ പോലീസ് നിഷ്ക്രിയതയാണ്. അവരൊന്നും ചെയ്യുന്നില്ല. ഒരു പരാതി പോലീസിന് കിട്ടിയിട്ട് അവര് ഈ പരാതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിന് നടപടിയെടുക്കാനോ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ല. DMO ശ്രമിക്കുന്നില്ല. പിന്നെ ആരാണ് ശ്രമിക്കേണ്ടത്? ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ മാറ്റണമെന്ന് വളരെ ശക്തമായ സമരമുറകൾ ഇവിടുത്തെ ജനങ്ങൾ നടത്തിയേനെ. കാരണം അവർക്ക് കിട്ടേണ്ട സഹായങ്ങളാണ് ഇവർ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മുട്ടാറിലേക്ക് വരാനായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് മടിയാണ് എന്ന് DMO പറയുകയാണ്. DMOയ്ക്ക് അധികാരമില്ല ഇവിടോട്ട് ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞയക്കാനായിട്ട്. DMO പറഞ്ഞാൽ കേൾക്കാത്ത ഉദ്യോഗസ്ഥരാണോ? പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന വിഷയത്തിന് പോലും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും പോലീസ് വൃന്ദത്തിന്റെയും നിസ്സംഗത ആപൽക്കരമായ സങ്കുചിതത്വമാണ് കാണിക്കുന്നത്. കുട്ടനാട്ടിലെ പൈപ്പ് ലൈൻ പ്രവൃത്തികളുടെ ടെൻഡർ പൂർത്തിയായതായി തോമസ് ചാണ്ടി MLA. നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും കുട്ടനാട്ടിലെ 13 പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയുടെ ടെൻഡറാണ് പൂർത്തിയായത്. കുട്ടനാട്ടിലെ 10 പഞ്ചായത്തുകളിൽ നിലവിലുള്ള ഓവർഹെഡ് ടാങ്കുകളിൽ വെള്ളം എത്തിക്കുന്നതിനും തകഴി കാവാലം പഞ്ചായത്തുകളിൽ ഓവർഹെഡ് ടാങ്കുകളിൽ വെള്ളം എത്തിക്കുന്നതിനുമാണ് പദ്ധതിയിൽ തുക വകകൊള്ളിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 10,46,00,000 രൂപ ചെലവഴിച്ച് എടത്തുവ, തകഴി, വിയ്യപുരം പഞ്ചായത്തുകളിലും കിടങ്ങറ പാലം മുതൽ വെളിയനാട് വഴി നീലം പേരൂർ ഓവർഹെഡ് ടാങ്ക് വരെയും പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് നടക്കുക. രണ്ടാം ഘട്ടത്തിൽ നീരേറ്റുപുറം മുതൽ പള്ളിക്കുട്ടുമ വരെയും അവിടെ നിന്ന് കാവാലം ഓവർഹെഡ് ടാങ്ക് വരെയും പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് 27,28,00,000 രൂപയുടെ പ്രവൃത്തികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാം ഘട്ടത്തിൽ 15,34,00,000 രൂപയും നാലാം ഘട്ടത്തിൽ 16,90,00,000 രൂപയും ചെലവഴിച്ച് ഓവർഹെഡ് ടാങ്കുകളിൽ നിന്നുള്ള ശുദ്ധജലം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പണികൾ ഏറ്റെടുത്ത കരാറുകൾ പൂർണ്ണമായും ഏറ്റെടുത്തതായും തോമസ് ചാണ്ടി MLA പറഞ്ഞു. കുട്ടനാട്ടിൽ കർഷകരെ അടിച്ചമർത്തുന്നതിനെതിരെ ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ വളർന്നതെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി TJ ആഞ്ചലോസ്. തൊഴിലാളികൾക്ക് സംഘടിതമായി മുന്നേറാൻ സാധിക്കണമെങ്കിൽ അവർക്കൊരു ആശയം വേണം. ഇടതുപക്ഷ ഗവൺമെന്റ് കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് പുരോഗതിക്കും വേണ്ടി കൊണ്ടുവന്ന എല്ലാ പ്രവർത്തികളും ഇല്ലാതാക്കുന്ന നടപടികളാണ് UDF ഗവൺമെന്റ് സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. എടത്വയിൽ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU AITUC കുട്ടനാട് താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവിതാംകൂർ കേരള കൃഷി യൂണിയന്റെ ചരിത്രവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ചരിത്രവും എല്ലാം രേഖപ്പെടുത്തുമ്പോൾ അതിൽ ഈ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പങ്ക് ആർക്കും വിസ്മരിക്കുവാൻ കഴിയുന്നില്ല. അത് കേവലം കൂലിക്ക് അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നടന്ന സമരമല്ല, അതല്ലാതെ അതിന്റെ ഭാഗമായി വരുന്നതാണ്. മറിച്ച് സാമൂഹ്യമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്നിട്ടുള്ള വലിയ പോരാട്ടമാണ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനം. ആ ചരിത്രം നമുക്ക് പുതിയ തലമുറയിലേക്ക് എത്രത്തോളം പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വേറെ. അയ്യങ്കാളി പോലെ ആളുകൾ നടത്തിയ വലിയ പ്രക്ഷോഭം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ സവർണ മേധാവിത്വത്തിനെതിരെ, അന്ന് സവർണ മേധാവിത്വം എന്ന് പറയുന്നത് കേവലം ഒരു ബ്രാഹ്മണ മേധാവിത്വമാണ് എന്ന് മാത്രം കരുതരുത്. ജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മുകളിലുള്ള എല്ലാവരും സംഘടിതരായി ആ ജനവിഭാഗത്തിനെതിരെ നിൽക്കുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ പാഠശേഖരങ്ങളിൽ പണിയെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനം സ്വാഭാവിക അന്നത്തെ ഒരു തലമുറ ചിന്തിക്കുന്നതല്ല. കുട്ടികളാണെങ്കിൽ ഞങ്ങളോടൊപ്പം പണിയെടുത്താൽ ദൈനംദിനമുള്ള ആ ജീവിത പ്രയാസങ്ങൾ കുറച്ചെങ്കിലും മാറ്റാൻ കഴിയുന്നത് കുട്ടികളും പാഠശേഖരങ്ങളിൽ ഞങ്ങളെപ്പോലെ പണിയെടുക്കണം എന്ന് ചിന്തിക്കുന്ന രക്ഷകർത്താക്കൾക്കിടയിലാണ് ആ കുട്ടികളെ വിദ്യാഭ്യാസത്തിനയക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള
ഒരു പ്രക്ഷോഭം ആരംഭിച്ച് പിന്നീട് അത് ഈ കേരള വ്യാപകമായി വളരുന്ന രീതിയിലേക്ക് മാറി. കെ മാത്തുക്കുട്ടി അധ്യക്ഷനായ യോഗത്തിൽ ബി ലാലി, കെ ഡി മോഹനൻ, കെ ഗോപിനാഥൻ, അഡ്വക്കേറ്റ് മുട്ടാർ ഗോപാലകൃഷ്ണൻ, പി കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വെളിയനാട് വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കണമെങ്കിൽ കുറഞ്ഞത് 2 ആഴ്ച വേണം. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും കൈക്കൂലിയും നിമിത്തം വില്ലേജ് ഓഫീസിന്റെ സേവനങ്ങൾ ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ. കഴിഞ്ഞ കുറെ കാലങ്ങളായി വെളിയനാട് വില്ലേജ് ഓഫീസിന്റെ സേവനങ്ങൾ നാട്ടുകാർക്ക് ലഭ്യമല്ല. കുട്ടനാട് വെള്ളക്കെടുതിയിൽ മുങ്ങിയപ്പോൾ ഓഫീസിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്ന കാരണം കാട്ടി നീണ്ട അവധിയിലായിരുന്നു വില്ലേജ് ഓഫീസർ എന്ന നാട്ടുകാർ. ഇദ്ദേഹം പോയ ശേഷം പുതിയ ഓഫീസർ ചാർജ് എടുത്തില്ല. അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറാകട്ടെ തനിക്ക് തോന്നും പോലെ മാത്രമേ ഓഫീസിൽ വരാറുള്ളൂ എന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ദിവസം വില്ലേജിൽ ഒരു ഉദ്യോഗസ്ഥർ പോലും എത്താതിരുന്നത് നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. വെള്ളിയാഴ്ചയും വില്ലേജ് ഓഫീസറോ അസിസ്റ്റന്റ് ഓഫീസറോ എത്തിയിട്ടില്ല. കാലവർഷക്കെടുതിയെ തുടർന്നുള്ള ധനസഹായം ലഭിക്കുന്നതിന് കരമടച്ച രസീത് ആവശ്യമാണെന്നിരിക്കെ അത് കൃത്യസമയത്ത് നൽകുന്നില്ലെന്നും പരാതിയുണ്ട്. ഞാൻ കരമടച്ച രസീതിന് വന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച 3 മണിയായപ്പോൾ കൊണ്ടുവച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച 3 മണിക്ക് അപേക്ഷ വെച്ചതാണ്. ഈ അടുത്ത വെള്ളിയാഴ്ച ആയിട്ടും ഇത് കിട്ടിയിട്ടില്ല. വരുമ്പോ ഓരോ ദിവസങ്ങളിൽ ബുക്ക് തീർന്നു പോയി. ഇന്നലെ വന്നപ്പം പറഞ്ഞു ആരാണ്ട് മരിച്ചു പോയി, അതിന് പോയിരിക്കാന്ന് പറഞ്ഞു. ആരാ പോയത് മരണത്തിന്? അസിസ്റ്റന്റ് ഓഫീസറും 7 നാളും. വില്ലേജ് ഓഫീസർ നിലവിലില്ല. ഇല്ല അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറാണുള്ളത്. അദ്ദേഹം ഇന്നലെ ഇല്ലായിരുന്നു. ഇന്നലെ 1:30 ഞാൻ ഇവിടെ വരുമ്പോ ആളില്ല. അപ്പൊ വീണ് വിളിച്ചപ്പോ വീണ് പറഞ്ഞു ശവോടക്കിന് പോയിരിക്കാന്ന് പറഞ്ഞു. ഇനിയിപ്പോ വന്നപ്പോ ഇവിടെ ഓരോരുത്തരുടെ ഇവിടേക്ക് ഓരോ എഴുതി കൊടുത്തോണ്ടിരിക്കും. വന്നിട്ടിപ്പോ ഒന്ന് പറയാൻ നേരം കിട്ടണ്ടേ? അവിടെ ആളിങ്ങനെ തല്ലി അകത്തോട്ടൊന്ന് കയറാൻ സൗകര്യം കിട്ടും. എത്ര പേരുണ്ട് ഇപ്പം വില്ലേജ് ഓഫീസ്? വില്ലേജ് ഓഫീസ് ഒരാളെ എഴുതില്ല. ഒരാളെ ഉള്ളല്ലേ? വില്ലേജ് ഓഫീസർ ഉണ്ടോ? ഓഫീസർ വന്നില്ല. ഇന്നലെ ഉണ്ടായിരുന്നു? ഇന്നലെ ഇല്ലായിരുന്നു. തീർത്തും അഴിമതിക്കാരായ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറെ കുറിച്ച് നേരിട്ട് പരാതി പറയാൻ പ്രദേശവാസികൾക്ക് ഭയമാണത്രേ. ഇയാളും ശിങ്കിടികളും പ്രദേശവാസികളെ നിരവധി തവണ ഭീഷണിപ്പെടുത്തിയതായും നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇത് പറയാൻ ഇവർ തയ്യാറായില്ല. വെളിയനാട് വില്ലേജ് ഓഫീസിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും തഹസീൽദാർ അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. 58ാമത് നീരേറ്റുപുറം പമ്പ ജലോത്സവത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. തുടർ നടന്ന സമ്മേളനം ആലപ്പുഴ RDO TR ആസാദ് ഉദ്ഘാടനം ചെയ്തു. തിരുവല്ല RDO കെ ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വർക്കിംഗ് പ്രസിഡന്റ് പുന്നൂസ് P തോമസ്, ജെയിംസ് ചുങ്കപ്പുര കൂടാതെ നിരവധി ജലോത്സവ പ്രേമികളും പങ്കെടുത്തു. ഉത്രാട ദിനത്തിൽ 2:30-നാണ് വള്ളംകളി ആരംഭിക്കുന്നത്. ഈ വള്ളംകളി ഏറ്റവും നല്ല രീതിയിൽ കുറ്റമറ്റതായി നടത്തിക്കൊണ്ടുപോകാൻ ഇതിൻ്റെ ഭാരവാഹികൾക്ക് കഴിയട്ടെ. ഇവിടെ യാതൊരു വിഭാഗീയതയുമില്ലാതെ മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ പ്രതീകമായി ഈ വള്ളംകളി ഏറ്റവും ഭംഗിയായ രീതിയിൽ നടക്കുന്നതിന് എല്ലാ ആശംസകളും നേരുന്നു. ഈ പ്രാവശ്യത്തെ വള്ളംകളി കുറെ കൂടെ മഹനീയമായി തീരും. 9 ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുവള്ളങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ഇനത്തിലുള്ള വള്ളങ്ങളും പങ്കെടുക്കുന്ന ഒരു മത്സരമാണിത്. ഈ വള്ളംകളി മഹത്തരമായി പര്യവസാനിക്കും എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒറ്റ അഭിപ്രായമാണുള്ളത്. ആ രീതിയിൽ തന്നെ നടക്കും എന്ന കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഇരുകരയിലെ ജനങ്ങൾ ഇടതൂർന്ന് പങ്കെടുത്ത് എല്ലാവരും ഒരു നല്ല മാമാങ്കമായി ജലമാമാങ്കമായി ഇത് കാണുന്നതിന് എല്ലാവർക്കും ഇഷ്ടമുണ്ട്. എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വള്ളംകളിയാണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ വിൽപ്പന വിഭാഗമായ നാഷണൽ ബുക്ക് സ്റ്റാളിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരിയിൽ ഓണം പുസ്തകോത്സവം ആരംഭിച്ചു. ചങ്ങനാശ്ശേരി പെരുന്ന ബസ് സ്റ്റാൻഡിന് മുൻവശമുള്ള ബിൽഡിംഗിൽ ആരംഭിച്ച ഓണം പുസ്തകോത്സവം ചങ്ങനാശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ സ്മിത ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി അർബൻ ബാങ്ക് പ്രസിഡന്റ് AV റസൽ, KR രാജൻ, G ബിബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 6 വരെ നടക്കുന്ന പുസ്തകോത്സവത്തിൽ NBS പുസ്തകങ്ങൾക്ക് പുറമെ കേരളത്തിലെ പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങളും വിൽപ്പനയ്ക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ചങ്ങനാശ്ശേരി. എറണാകുളം ഏവൂർ ചമ്പക്കര ജലോത്സവത്തിൽ മങ്കൊമ്പ് സെന്റ് പയസ് ചുണ്ടൻ ഒന്നാമതെത്തി. പായ്പാട്, കാരിച്ചാൽ എന്നീ വള്ളങ്ങളെ തുഴപ്പാടുകൾക്ക് പിന്നിലാക്കിയാണ് സെന്റ് പയസ് ചുണ്ടൻ ഒന്നാമതെത്തിയത്. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മയുടെ ആലപ്പുഴ ജില്ലാ യോഗം ശനിയാഴ്ച വൈകിട്ട് 3-ന് മാമ്പുഴക്കരി ഹാർത്തൂൺ ഫൌണ്ടേഷനിൽ നടക്കും. കുട്ടനാട് പൈതൃക വേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ ബോസ് ഉദ്ഘാടനം ചെയ്യും.
ഇതോടനുബന്ധിച്ച് പ്രശസ്ത ശില്പി ആർട്ടിസ്റ്റ് ബിജോയ് ശങ്കറിന്റെ ശില്പകലാ പുസ്തക പ്രദർശനവും ഉണ്ടാകും. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. മദ്യത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി യുവമോർച്ച പ്രവർത്തകർ ആലപ്പുഴ ബിവറേജസ് കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തി. AVJ ജംഗ്ഷനിൽ നിന്നും മാർച്ച് ആരംഭിച്ചു. ബിവറേജസ് കോർപ്പറേഷൻ മുമ്പിൽ മാർച്ച് പോലീസ് തടഞ്ഞു. ജില്ലാ പ്രസിഡന്റ് S. സാജു, ജനറൽ സെക്രട്ടറി അനിൽ നൂറനാട്, അജയ് കുമാർ, വിനീത് രാജ്, ഗോപൻ തുടങ്ങിയവർ സംസാരിച്ചു. കിടങ്ങറ, വാലടി, നീലംപേരൂർ, കാവാലം റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ തീരുമാനമായി. അടിയന്തരമായി റോഡിലെ കുഴികൾ അടച്ച് യാത്രാ യോഗ്യമാക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP രേഖാമൂലം പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടു. മാസങ്ങളോളമായി തകർന്നു കിടക്കുകയായിരുന്ന വാലടി, കിടങ്ങറ, നീലംപേരൂർ, കാവാലം റോഡുകളാണ് അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ MP ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടൊപ്പം കാവാലം തട്ടാശ്ശേരി പാലത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനും MP നിർദ്ദേശം നൽകി. നിർമ്മാണം ആരംഭിച്ച മങ്കൊമ്പ് പാലം, ബഡ്ജറ്റിൽ തുക അനുവദിച്ച കൈനഗിരി, മുണ്ടയ്ക്കൽ പാലവും കഴിഞ്ഞാൽ അധികൃതർ തട്ടാശ്ശേരി പാലത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് K. ഗോപകുമാറിന് അയച്ച കത്തിൽ അറിയിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായി കണ്ടുവരുന്ന GBS എന്ന രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് ചങ്ങനാശ്ശേരി സ്വദേശിയും BJP ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റുമായ PD രവീന്ദ്രൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം
GBS അഥവാ ഗുലിയൻ ബാലി സിൻഡ്രം എന്ന അപൂർവ രോഗം 1,00,000-ൽ 2 പേർക്ക് മാത്രമാണ് കണ്ടുവരുന്നത്. ഞരമ്പ് സംബന്ധമായ ഈ രോഗം പിടിപെട്ടാൽ രോഗിയുടെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെടും. ഇവരുടെ ചലനശേഷി വീണ്ടെടുക്കുവാനും ഇവരെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഏകമാർഗം ഫിസിയോതെറാപ്പി മാത്രമാണ്. പനിയോടുകൂടിയായിരിക്കും മിക്കവാറും കണ്ടുവരുന്നത്. കൈകൾക്ക് ബലക്കുറവ്, ഇതൊക്കെയാണ് ഇതിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് ഈ വൈറസ് പെട്ട് കഴിഞ്ഞാൽ. കാരണം ഇതിന്റെ ആദ്യത്തെ ഒരു നമുക്ക് ആദ്യം ഈ പേഷ്യനെ കാണുമ്പോൾ തോന്നുന്ന അവസ്ഥ. അതിനുശേഷം ഇതിനുശേഷം കാലുകളുടെ ബലങ്ങൾ കുറയും, ശരീരം നടക്കാൻ മേലാത്ത അവസ്ഥയിലോട്ട് വരും, ദേഹം ആശ്രം വേദനയായിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ സിംറ്റംസാണ്. അതൊരു ന്യൂറോ ഹോസ്പിറ്റലായിരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ന്യൂറോളജിസ്റ്റിൻ്റെ കീഴിലായിരിക്കും. ഈ രംഗത്ത് ഒരു പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന ഫിസിയോതെറാപ്പിസ്റ്റുമാരായ ഷിനു തോമസിന്റെയും രമ്യ ഷിനുവിന്റെയും ചിട്ടയായ പരിചരണ നിമിത്തമാണ് തനിക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധിച്ചതെന്ന് PD രവീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എനിക്ക് അസുഖം വന്നിട്ട് ഇന്ന് 1 വർഷം തികയും. 10 മാസത്തെ നിരന്തരമായ അവരുടെ ശ്രമഫലമായിട്ടാണ് ഇന്ന് എനിക്ക് നടക്കാനുള്ള, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഫിസിയോതെറാപ്പി സെന്റർ ചങ്ങനാശ്ശേരിയിലേക്ക് ഇരിക്കുന്ന വണ്ടി ഓടിച്ച് വരാനുള്ള ഒരാഴ്ചയായിട്ടാണ് വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഷിനു തോമസ്, സജികുമാർ, PD ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുളിങ്കുന്ന് ഫൊറോന പിതൃവേദി മാതൃജ്യോതിസിന്റെ ആഭിമുഖ്യത്തിൽ രോഗപ്രതിരോധ ബോധവൽക്കരണ സെമിനാർ നടന്നു. ഫാദർ മാത്യു ചുരവിടി ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും കുട്ടനാട്ടിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ DMOയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം കുട്ടനാട്ടിൽ ക്യാമ്പുകൾ നടത്തി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ബാബു വടക്കേക്കളം, ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ, ജോസ് കൈലാത്ത്, സാജൻ മാമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. തലവടി മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ നടന്നു. വിനായക ചതുർത്ഥി ദിനമായ വെള്ളിയാഴ്ച 108 നാളികേരത്തിന്റെ മഹാഗണപതി ഹോമത്തോടുകൂടിയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. 10:30 പുതുമന മധുസൂദനൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കളകാഭിഷേകവും നടന്നു. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ നിന്നും തൊഴിൽ രഹിത വേതനം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ഓഗസ്റ്റ് 30, സെപ്റ്റംബർ 1 തീയതികളിൽ രാവിലെ 11 മുതൽ 3 വരെയുള്ള സമയത്ത് ബന്ധപ്പെട്ട രേഖകളുമായി വേതനം കൈപ്പറ്റണമെന്ന് പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അത്തം 10 പൊന്നോണം മലയാളത്തിന്റെ പൊന്നോണത്തെ വരവേൽക്കാൻ മലയാളക്കരയാകെ ഒരുങ്ങി. ധാരണ അതല്ലേ എല്ലാം. മുൻധാരണ പ്രകാരം അധികാരമൊഴിയാത്ത ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നീക്കം. ആരോഗ്യ കേന്ദ്രത്തിൽ അടിപിടി, അരക്ഷിതാവസ്ഥയിൽ പൊതുജനാരോഗ്യം. മിത്രക്കരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മുടങ്ങി. കുടിവെള്ളവുമായി കുട്ടനാടി MLA. നീരേറ്റുപുറം ജലശുദ്ധീകരണശാലയിൽ നിന്നുള്ള ശുദ്ധജലമെത്തിക്കാൻ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതായി തോമസ് ചാണ്ടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.